എല്ലാ പ്രിയപ്പെട്ട കാർട്ടൂൺ പ്രേമികൾക്കും ഹപ്പൂസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു കാർട്ടൂൺ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ മനോരമ വായിച്ചപ്പോൾ അതിനകത്തൊരു വാർത്ത കണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാണോ മറ്റേ സങ്കടമാണോ തോന്നിയെന്ന് അറിയത്തില്ല. അങ്ങനൊരു വാർത്തയുണ്ട്. നിങ്ങളാരെങ്കിലും ശ്രദ്ധിച്ചു കാണുമെന്ന് അറിയത്തില്ല. ഇപ്പോൾ തിരുവനന്തപുരം എഡിഷൻ്റെ 7ാമത്തെ പേജിൽ കൊടുത്തിരിക്കുന്ന സാമാന്യം വലിയൊരു ഹെഡിങ്ങാണ്. അതിങ്ങനെയാണ്: അഴിമതിയില്ലാതെ എങ്ങനെ വികസനം നടപ്പാക്കാമെന്ന് തെളിയിച്ചെന്ന് മുഖ്യമന്ത്രി. എന്തൊരു തമാശയാണിത്! സത്യം പറഞ്ഞാൽ ജനങ്ങളുടെ മുഖത്ത് നോക്കി കൊഞ്ഞനം കൊത്തതിന് തുല്യമല്ല അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രസ്താവന. വലിയ വികസന പദ്ധതികൾ നടപ്പാക്കുമ്പോൾ അഴിമതി ഉണ്ടാകുന്നതിനെപ്പറ്റി പണ്ട് കേട്ടിട്ടുണ്ടെന്നും എന്നാൽ അങ്ങനെ അഴിമതിയില്ലാതെ എങ്ങനെ വികസനം നടത്താമെന്ന് LDF ഭരണകാലത്ത് തെളിയിക്കാനായെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭയങ്കര തമാശയല്ലേ ഇത്? സർക്കാർ വകുപ്പുകളിലെ ആഭ്യന്തര വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ വാർഷിക സമ്മേളനവും ബാഡ്ജ് ഓഫ് ഓണർ വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചിലയിടങ്ങളിൽ അഴിമതി ഉണ്ടെന്നുള്ളത് വസ്തുതയാണ്. അത്രയെങ്കിലും അദ്ദേഹം സമ്മതിച്ചു. ഇപ്പോൾ ഇതിന് തൊട്ട് മുമ്പെയാണ് ഇന്നത്തെ ദിവസം തന്നെ മനോരമയിൽ വന്ന വാർത്തയാണ് ഈ മറ്റേ ക്ഷേമ പെൻഷനുകൾ ഗസറ്റഡ് സർക്കാർ ജീവനക്കാരിലെ ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാർ വരെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ടെന്ന്. അതൊരു അഴിമതിയല്ലേ? ഇദ്ദേഹത്തിൻ്റെ കൺമുമ്പിൽ നടക്കുന്ന അഴിമതിയല്ലേ? എന്തെല്ലാം അഴിമതിയാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ഇദ്ദേഹം ഒന്നും സമ്മതിക്കത്തില്ല. ഇദ്ദേഹം പ്രതിപക്ഷമാണെങ്കിൽ മാത്രമേ ഈ അഴിമതികളെല്ലാം പുറത്തു വരത്തുള്ളൂ. സ്വന്തം പാർട്ടി ഭരിക്കുമ്പോഴുള്ള അഴിമതിയൊന്നും വെളിയിൽ വരത്തില്ല. എന്നിട്ട് ഇങ്ങനെ നട്ടാൽ കുരുക്കാത്ത ഈ മ്ലേച്ഛമായ ഈ നമുക്ക് ദഹിക്കാൻ പ്രയാസമുള്ള ഈ ഒരുമാതിരി പ്രസ്താവനകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. ഇതിൻ്റെ ഒപ്പം തന്നെ ഇന്നത്തെ തന്നെ മറ്റൊരു വാർത്തയുണ്ട്. പിന്നെ നമ്മുടെ നഴ്സിംഗ് വിദ്യാർത്ഥി മരിച്ചതിൻ്റെ വാർത്തയാണ്. നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളാണ് നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ മരണം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി കുടുംബം. നീതിപൂർവമായ അന്വേഷണം ഉറപ്പ് നൽകിയെന്ന് മുഖ്യമന്ത്രി. ഇത് വല്ലതും നടക്കാനാണ്? ഇവിടെ സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ സിദ്ധാർത്ഥൻ്റെ കുടുംബങ്ങൾക്കും ഇദ്ദേഹം ഈ നീതിപൂർവമായ അന്വേഷണം ഉറപ്പ് നൽകിയതല്ലേ? എന്തിന് ഈ ഒരു ADMൻ്റെ മരണത്തിന് ADMൻ്റെ വീട്ടിൽ ചെന്ന് പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷ് പറഞ്ഞ് നീതിപൂർവമായ അന്വേഷണം ഉറപ്പ് നൽകിയതല്ലേ? അവർക്ക് ഇപ്പോൾ CBI അന്വേഷണം വേണമെന്ന് അവരാവശ്യപ്പെട്ടപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ തെളിയിക്കാമെന്ന് CBI വരാതിരിക്കാനുള്ള സകല തന്ത്രങ്ങളും പയറ്റുകയാണ് ഇപ്പോൾ CPM. അതേപോലെ സിദ്ധാർത്ഥൻ്റെ മരണമാണെങ്കിലും ജിഷ്ണു പ്രണോയിയുടെ മരണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വളരെ പെൺകുട്ടികളുടെ മരണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാവർക്കും നീതി ഇങ്ങനെ വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭരണകൂടം. പക്ഷെ അവർക്ക് ആർക്കും നീതി കിട്ടിയിട്ടില്ല ഇതുവരെ. എന്നിട്ട് ഇപ്പം അതിനെ നീതിപൂർവമായ അന്വേഷണം ഉറപ്പ് നൽകുകയാണ് മുഖ്യമന്ത്രി. അതേപോലെ ഒരു ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. അഴിമതിയില്ലാതെ എങ്ങനെ വികസനം നടപ്പാക്കാമെന്ന് ഇവർ തെളിയിച്ചത്രേ. എന്തൊരു ഇതൊക്കെ തൊണ്ട തുടങ്ങാതെ ഈ മാസപ്പടിയൊക്കെ ശരിക്കും വെളി വന്ന ഇതിൻ്റെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് അദ്ദേഹം പറയുന്നത് അഴിമതിയില്ലാതെ എങ്ങനെ വികസനം നടപ്പാക്കാമെന്ന്. അപ്പോൾ ഇതെൻ്റെ കണ്ണിൽ ഉടക്കിയപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ഒരു കാർട്ടൂൺ വരച്ചിട്ടുണ്ട്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ കാർട്ടൂണിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. അപ്പോൾ കാർട്ടൂണിൻ്റെ റഫ് ഇതാണ്. ഇത് അഴിമതിയാണ്. അഴിമതി ഇദ്ദേഹത്തിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ അഴിമതി ചോദിക്കുന്ന ഒരു വാക്കുണ്ട്. ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. ആ വാക്ക് മതി നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ പൊള്ളത്തരം വ്യക്തമാകാനായിട്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ഇങ്കിങ്ങിലോട്ട് കിടക്കാം. ചില സമയത്ത് ഈ വരയുടെ ആവേശം കൂടുമ്പോഴത്തേക്ക് ഞാൻ ഈ പേപ്പർ മാറിപ്പോകുന്നത് വരച്ചങ്ങ് മാറിപ്പോകുന്നത് ശ്രദ്ധിക്കത്തില്ല. അതുകൊണ്ട് ചില സമയത്തിൽ വിസിബിൾ ആകാതെ വരും. എല്ലാ മാന്യപ്രേക്ഷകരും
സദയം ക്ഷമിക്കണം അഭ്യർത്ഥിക്കുന്നു. നമുക്ക് ഈ അഴിമതി എന്നൊരു ഭീകര സത്വമാണ്. നമുക്ക് ഈ ഭീകര സത്വത്തിനെ ഒന്ന് വരയ്ക്കും. ഈ ഇദ്ദേഹത്തിൻ്റെ ഈ മറ്റേ പ്രസ്താവന കേട്ടിട്ട് നമ്മുടെ അഴിമതി ഇദ്ദേഹത്തിനോട് പറയുന്ന ഒരു വാചകമാണ് അത്. ആ വാചകത്തിലാണ് അതിൻ്റെ ഒരു, പക്ഷെ നമ്മൾ ഒരുപാടൊന്നും പറയുന്നില്ല, ഒരു വാക്ക് മാത്രമേ പറയുന്നുള്ളൂ. അതാണ് അതിനകത്തെല്ലാം ഉണ്ട്. അഴിമതി ഇല്ലാതെ വികസനം നടപ്പാക്കുന്ന ഒരു മഹാൻ വേറെ വല്ല നാട്ടുകാരോടും ആയിരിക്കണം ഇത് പറയുന്നത്. ഒരു അഴിമതി എന്ന് പറഞ്ഞൊരു ഭീകര സത്വമാണ്. ആ സത്വം നമ്മുടെ ഇരട്ടച്ചങ്കൻ്റെ മുമ്പിൽ വന്നിട്ട് ഗർജിക്കുകയാണ്. ഇരട്ടച്ചങ്കൻ്റെ ഈ പ്രസ്താവന കേട്ടിട്ട് അപ്പോൾ ഈ അഴിമതി ഈ സത്വം ഇങ്ങനെ അലർന്ന് കേട്ട് നമ്മുടെ ഇരട്ടച്ചങ്കൻ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇരട്ടച്ചങ്കന് അതൊന്നും ക്രൂസലല്ല, എന്നാലും നമ്മൾ കാർട്ടൂൺ എന്നുള്ള നിലയ്ക്ക് വരയ്ക്കുന്നതേ ഉള്ളൂ. കാർട്ടൂൺ സമാപിച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ കുറച്ച് ഡ്രസ്സിനൊക്കെ ഇച്ചിരി കളറൊക്കെ കൊടുത്തിട്ട് ഫോട്ടോഷോപ്പിലൊന്ന് ചെയ്തിട്ട് ഒന്നുകൂടെ ലാസ്റ്റായിട്ട് കാണാം. അപ്പോൾ ഇതാണ് അതിൻ്റെ അടിക്കുറിപ്പ്, വാർത്തയുടെ അടിക്കുറിപ്പ്. അഴിമതി ഇല്ലാതെ എങ്ങനെ വികസനം നടപ്പാക്കാമെന്ന് തെളിയിച്ചത് മുഖ്യമന്ത്രി. അപ്പോൾ അഴിമതി വിളിക്കുകയാണ് പിണറായി. അത് കേട്ട് പിണറായി അന്തം വിട്ട് നിൽക്കുകയാണ്. ഇതിന് ഈ ടൈറ്റിലെടുത്ത് ഈ കാർട്ടൂണിനകത്ത് വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ കാണാം.